ഡോക്ടർ, ഈ ആസിഡ് റിഫ്ലെക്സ് എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര അസിഡിറ്റി ആയിരുന്നു, ഗ്യാസ്, വയറുവേദന കാലങ്ങളായിട്ട്. ഫൈനലി കണ്ടുപിടിച്ചു ലാക്ടോസ് ഇൻടോളറൻസ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ വയറ്റിൽ സംഭവിക്കും. ഇതിൽ ആസിഡ് റിഫ്ലെക്സ് എങ്ങനെയാ ശരിക്കും മനസ്സിലാവുന്നത്? ആസിഡ് റിഫ്ലെക്സിന് ഒത്തിരി സിംറ്റംസ് ഉണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ACV വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഒരു വാൽവ് ഇങ്ങനെ തുറന്നിട്ടാണ് ആ ആഹാരത്തിന് നമ്മൾ ഉള്ളിലേക്ക് വിടുന്നത്. ആ വാൽവ് അടയും തുറയും ചെയ്യുന്ന ആ വാൽവിന് ലൂസാവും. ആ ലൂസായി കഴിയുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ നമ്മൾ കിടക്കുമ്പോൾ അത് സാധാരണ ഇത് പണ്ട് വന്നുകൊണ്ടിരുന്ന വയസ്സായ ആൾക്കാരിലാണ്. കാരണം അവർക്ക് ആ സ്ട്രെങ്ത് കുറയുമല്ലോ. അന്നേരം ആ വാൽവ് തുറന്നിട്ട് അതാണ് അവർ പറയണേ ഭയങ്കര അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഏമ്പക്കൊക്കെ വിട്ട്. പക്ഷെ ഇപ്പൊ കുഞ്ഞു പിള്ളേര് പോലും ഏമ്പക്കം വിട്ട് അങ്ങനെയുള്ളൊരു ഇതിനകത്ത് എല്ലാവർക്കും ഗ്യാസും ബ്ലോട്ടിങ്ങും ആണ്. എല്ലാവർക്കും ഉദ്ദേശിച്ച ഒരുവിധം നന്നായിട്ട് പോപ്പുലേഷനിൽ അതുണ്ട്. ഞാൻ ഇത്രയും കൂടെ ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മണ്ണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നരകമായ ഭൂമിയാണ് ഇതിന്റെ കാരണം എന്ന് പറയും. അതായത് മണ്ണിലുള്ള ഫെർട്ടിലൈസേഴ്സ് കാരണം നല്ല രീതിയിലുള്ള ഗട്ട് ബാക്ടീരിയാസ് ആദ്യ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. ബാഡ് ബാക്ടീരിയാസിന്റെ അതിസങ്കരമാണ് ആസിഡ് റിഫ്ലെക്സിന്റെ മൂലകാരണം. അപ്പോൾ ആ പോസിറ്റീവ് ബാക്ടീരിയാസിനെ നമ്മളുടെ പഴങ്കഞ്ഞി പോലെ അല്ലെങ്കിൽ തൈര് പോലെയുള്ള നല്ല ആഹാരങ്ങളിൽ നിന്ന് കൾച്ചർ ചെയ്യേണ്ട ഒരു ഗതികേടാണ് നമുക്കിപ്പോൾ.